അതായത് താങ്കൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന MR അജിത് കുമാറിനെ എതിരായിട്ടുള്ള അന്വേഷണം എവിടെയും എത്തില്ല, അദ്ദേഹം എക്സോണറേറ്റ് ചെയ്യപ്പെടും, അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങൾക്കൊന്നും തെളിവില്ല എന്നൊരു റിപ്പോർട്ട് വരും. അങ്ങനെയാണ് എങ്കിൽ അജിത് കുമാർ വെറുതെ ഇരിക്കില്ല. ശ്രീ PV അൻവർ, അദ്ദേഹം താങ്കൾക്കെതിരായി നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. താങ്കൾ അങ്ങനെ അതിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് താങ്കൾ നിരന്തരം അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം താങ്കൾ പറഞ്ഞല്ലോ, ഈ അജിത് കുമാറിനെ എനിക്ക് നന്നായി അറിയാം, അദ്ദേഹത്തിൻ്റെ സ്വാധീനം അറിയാം. അത് അദ്ദേഹത്തിന് കേരളത്തിൽ മാത്രമല്ല, ദുബായിൽ, വിദേശത്ത്, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ സ്വാധീനമുള്ള ആളാണ് അജിത് കുമാർ. അദ്ദേഹം എന്നെ എന്തും ചെയ്തു കളയും എന്നുകൂടി താങ്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താങ്കളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷയും ഈ അന്വേഷണ റിപ്പോർട്ട് സംബന്ധിച്ചില്ല. ഒരു പ്രതീക്ഷയിലുണ്ണി, 1% കേരളത്തിലെ ജനങ്ങളോട് ഞാൻ പറയാണ്, ഒരു പ്രതീക്ഷയില്ല, ഒരു പ്രതീക്ഷയും വെക്കുകയും വേണ്ട. അന്വേഷണ റിപ്പോർട്ട് സത്യസന്ധമായി പോയാൽ സെൻട്രൽ ജയിലാണ് ഈ പറയുന്ന സുജിത് ദാസിനും ഈ പറയുന്ന ADGP അജിത് കുമാറിനും. ഒരു തർക്കമില്ല, അവർക്ക് ആ ജയിലിൽ നിന്ന് കയറാൻ കഴിയില്ല. അത്രമാത്രം കൃത്യമായി ഈ സത്യസന്ധമായി ഈ അന്വേഷണം നടത്തിയാൽ അത് ഉറപ്പാണ്. അതിന് പോയിട്ട് 10% നീതിപൂർവ്വം അന്വേഷണം നടക്കണ്ടേ? 10%. ഇങ്ങനൊരു അനീതി ഉണ്ടോ? ലോകത്ത് എവിടെയെങ്കിലും നടക്കുമോ? ഇനിയിപ്പോൾ തട്ടാൻ്റെ തെളിവ് കൊടുക്കാൻ ഞാൻ പോകണം അല്ലേ? നീ ഇന്ന് പോകാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന് സമയം തെറ്റി, നാളെ ഈ പത്രക്കാരെയും കൊണ്ട് ഞാൻ പോകും. ഇതൊക്കെയും ഈ മനുഷ്യർക്കറിയാം. ഞാൻ എൻ്റെ പൊന്നുണ്ണി ഡോക്ടർ ഉണ്ടല്ലോ, ഇവിടെ കേൾക്കുന്നുണ്ടല്ലോ, എല്ലാവരും ഉണ്ട്. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, ഈ കൊണ്ടോട്ടിയ അതായത് ഈ കാടടച്ചുകൊണ്ടുള്ള ഈ ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം കണ്ടു, അവരുടെ സ്ഥാനചലനങ്ങൾ നമ്മൾ കണ്ടു. അന്ന് രാത്രിയിൽ അങ്ങ് പറഞ്ഞതുപോലെ ഞങ്ങളെല്ലാവരും ഇത് പിണറായി വിജയനെതിരെ PV അൻവർ പിണറായി വിജയനോടൊപ്പം നിന്നുകൊണ്ട് നേടിയ വിജയം എന്ന രീതിയിലൊക്കെ പല രീതിയിൽ ഇടതുപക്ഷത്തിലെ പ്രൊഫൈലുകളൊക്കെ താങ്കളെ പുകഴ്ത്തി എഴുതിയത് കണ്ടു. യഥാർത്ഥത്തിൽ ആ കാടടച്ചുള്ള സ്ഥലം മാറ്റവും ആ വലിയ സ്ഥാനചലനങ്ങളുമെല്ലാം അങ്ങയെ കളിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്നാണോ അങ്ങ് ധരിക്കുന്നത്? ഇന്നലെ അങ്ങ് പറഞ്ഞത് മുഖ്യമന്ത്രി താങ്കളെ ചതിച്ചു എന്നാണ്. ഒരുപക്ഷെ ഇത് മുൻനിർത്തിയാണോ താങ്കൾ ഇന്നലെ അങ്ങനെ പറഞ്ഞത്? ഹലോ, PV അൻവർ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. അതെ, ഞാൻ ചോദ്യം ക്ലിയറാണ്, എനിക്ക് മനസ്സിലായി. ഡോക്ടറെ, ഞാൻ കാര്യം പറയട്ടെ, അത് മുഴുവൻ നാടകമായിരുന്നു. എന്തിനു വേണ്ടിയില്ല നാടകം? കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഹലോ, അത് പരിപൂർണമായി നാടകമായിരുന്നു. ആ നാടകം എന്നെ സമാധാനിപ്പിക്കാനും എന്നെ സന്തോഷിപ്പിക്കാനും, ഞാൻ അതിൽ എന്താ പറയുക, ആ ആനന്ദലഹരിയിൽ ഇങ്ങനെ ആറാടുമല്ലോ. കേരളത്തിലെ പോലീസിൽ എൻ്റെ സ്വാധീനം ചർച്ച ചെയ്യപ്പെടുകയാണല്ലോ. ഞാനൊരു വലിയ ആളായിട്ട് ഇങ്ങനെ മലപ്പുറത്തൂടെയും തിരുവനന്തപുരത്തു കൂടെയൊക്കെ നെഞ്ച് വിരിച്ച് നടക്കും. സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ ഉണ്ടാവേണ്ടത്. പക്ഷെ ഞാനതിൽ നിന്നില്ല. എനിക്കൊരു രോമാഞ്ചം ഉണ്ടായിട്ടില്ല, അപ്പോൾ എനിക്കൊരു സംതൃപ്തി ഉണ്ടായിട്ടില്ല, ചെറിയൊരു ആശ്വാസമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഈ കേസ് അന്വേഷണത്തിലായിരുന്നു എൻ്റെ ശ്രദ്ധ മുഴുവൻ. അത് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്, ബോധ്യപ്പെടുകയാണ്. അപ്പം പിന്നെ എനിക്കെന്താ മാർഗം? അതാണ് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം എന്നെ ഒന്ന് സമാധാനിപ്പിച്ച്, എന്നെ ഒന്ന് സോപ്പടിച്ച്, എന്നെ വലിയ സ്വാധീനമുള്ളവനായി ചിത്രീകരിച്ച് ആ ആനന്ദലഹരിയിൽ ഞാൻ ആറാടുമ്പോൾ ഈ കേസും എല്ലാം അന്വേഷണം ഇങ്ങനെ സ്ലോ ഡൗൺ ചെയ്ത് അപ്പോഴേക്ക് ഇതാ കുറച്ചും കൂടി കഴിയും, അപ്പോൾ ആളുകൾ വരും, ഇനി നിങ്ങളതിൻ്റെ പിന്നാലെ പോകാൻ നിൽക്കല്ലേ, ഇത്രയൊക്കെ ആയില്ലേ, നമുക്ക് തിരഞ്ഞെടുപ്പ് വരാൻ പോവല്ലേ, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പല്ലേ, നിങ്ങൾ മിണ്ടാതിരിക്കുക എന്ന് പറയാമെന്ന് ചിലപ്പോൾ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഉയർത്തിയ വിഷയങ്ങൾ ഈ പറഞ്ഞതിന്റെ തുടർച്ചയായി അന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചു കേട്ടതാണ്, പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെ മുഖ്യമന്ത്രി ക്ലീൻ ചിറ്റ് കൊടുത്ത് ഇതിൽ നിന്ന് പൂർണ്ണമായിട്ടും കുറ്റവിമുക്തമാക്കുന്നത്. അന്ന് ആ സമയത്ത് P ശശിക്കെതിരെ താങ്കൾ രേഖാമൂലം മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിട്ടില്ല. അതേസമയം പാർട്ടിയുടെ പരിഗണനയിലിരിക്കുന്ന പരിശോധനയിലിരിക്കുന്ന ഒരു വിഷയമാണ്. പാർട്ടി പരിശോധിച്ച് കണ്ടെത്തുന്നതിന് മുൻപ് പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോ അംഗം എന്ന നിലയിൽ രാഷ്ട്രീയമായൊരു ക്ലീൻ ചിറ്റ് കൊടുത്തത് ശരിയായിരുന്നില്ല എന്ന് പരക്കെ അഭിപ്രായമുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ തിടുക്കപ്പെട്ട് പിണറായി വിജയൻ നടത്തിയ പത്രസമ്മേളനത്തിലെ പ്രധാന ഭാഗം അതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ ഭാഗം യഥാർത്ഥത്തിൽ പാർട്ടി സെക്രട്ടറിക്കും പാർട്ടി നേതാക്കൾക്കും കൊടുത്തൊരു മുന്നറിയിപ്പാണോ? P ശശി ക്ലീനാണ്, P ശശിക്കെതിരെ ഒരു അന്വേഷണം ആവശ്യമില്ല,
യഥാർത്ഥത്തിൽ ആ രീതിയിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുമോ PV അൻവർ? അല്ല, അതൊരു വസ്തുതയല്ലേ. ഞാൻ ചോദിക്കട്ടെ, പി ശശിക്ക് മാത്രമല്ലല്ലോ അദ്ദേഹം ക്ലീൻ ചീട്ട് കൊടുത്തത്. ഈ പറയുന്ന ADGP അജിത് കുമാർ ഉൾപ്പെടുന്ന പോലീസിനും അദ്ദേഹം ക്ലീൻ ചീട്ട് കൊടുത്തില്ലേ? ഇനിയിപ്പോ ഈ പറയുന്ന അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാര് ഈ ADGP പരിശുദ്ധനാണ് എന്ന് പറയാതെ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക് അദ്ദേഹം കള്ളനാണെന്ന് പറഞ്ഞ റിപ്പോർട്ട് കൊടുക്കുമോ? ഇതൊക്കെ പ്രഹസനല്ലേ. പിന്നെ ഞാൻ പ്രതീക്ഷ അർപ്പിച്ച പാർട്ടിയിലായിരുന്നു സത്യത്തിൽ. ഗോവിന്ദൻ മാഷ് ഇതുപോലെ ഞാൻ ഈ കൊടുത്ത പരാതിയിൽ പ്രഥമ ദൃഷ്ടിയ ഒരു കഴമ്പുമില്ല എന്ന് പറയുമെന്ന് സത്യത്തിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. സത്യത്തിൽ ഒരിക്കലും അത് പ്രതീക്ഷിക്കില്ലല്ലോ. അദ്ദേഹം ഒന്നും പറയണ്ട, അൻവർ പരാതി എന്നിട്ട് ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ പോരെ. അത്രേ പ്രതീക്ഷിച്ചുള്ളൂ. അൻവർ ഗൗരവമായ പരാതി തന്നു, അത് പാർട്ടി ഗൗരവമായി പരിശോധിക്കും എന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഒരു പരാതി തന്നിട്ടുണ്ടല്ലോ, ഞങ്ങൾ നോക്കട്ടെ എന്ന് ഒരു മിനിമം മര്യാദ. മര്യാദ ഈ 3.5 കോടി ജനങ്ങളുടെ മുന്നിൽ. ഒരു മിനിറ്റ് പ്ലീസ്. അപ്പൊ ഈ 3.5 കോടി ജനങ്ങളുടെ മുന്നിൽ, ലക്ഷക്കണക്കിന് വരുന്ന സഖാക്കളുടെ മുന്നിൽ 20 കൊല്ലം 40 കൊല്ലമായി ശശിയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന അൻവർ തന്ന ആ പരാതിയിൽ ഒരു കഴമ്പില്ല എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ എന്താ പ്രതീക്ഷിക്കേണ്ടത്? അൻവർ ഒരു പരാതി തന്നിട്ട് ഞങ്ങൾ നോക്കട്ടെ എന്ന് പറയുന്നൂടെ? ശരി, പ്രതീക്ഷ പൂർണ്ണമായും ഇല്ലാതായി. ഞാൻ ആരെ കാത്തു നിൽക്കണ്ട്?